നമസ്കാരം. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഭീഷണി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയെന്ന് അവകാശപ്പെടുന്ന വൈദ്യുത പദ്ധതി ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ പണിയാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടായി ഇത് മാറുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. വർഷം തോറും 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ അണക്കെട്ടിനുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ ലോക ഭൂപടത്തിൽ ചൈനയുടെ പ്രാധാന്യം വർദ്ധിക്കുമെങ്കിലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും അത് അത്ര നല്ലതായിരിക്കില്ല. ഇന്ത്യയെ ഈ അണക്കെട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ അണക്കെട്ട് ഇന്ത്യക്കുള്ള ചൈനയുടെ പണിയാണോ? ഈ അണക്കെട്ട് കാരണം ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല നദിയുടെ ഒഴുക്കും ഗതിയും മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്കകൾക്ക് പ്രധാന കാരണം. ബ്രഹ്മപുത്ര അല്ലെങ്കിൽ യാർലൂങ് സാങ്പോ ടിബറ്റ് വിട്ട് തെക്കോട്ടൊഴുകി അരുണാചൽ പ്രദേശ്, അസം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒടുവിൽ ബംഗ്ലാദേശിലും എത്തുമ്പോൾ ബ്രഹ്മപുത്ര നദിയായി മാറുന്നുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മ ആഘാതത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. ഇന്ത്യയിലും ബംഗ്ലാദേശിലും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇതിനു പുറമെ ഒന്നിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലേക്കുമുള്ള ജലവിതരണ സംവിധാനങ്ങളെയും ബാധിച്ചേക്കാം. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ജലവിതരണത്തിനായി ഇന്ത്യ ചൈനയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് മാറാം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ജലത്തെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾക്കും കാരണമായേക്കാം. ജലപ്രവാഹം പൂർണ്ണമായും ചൈനയ്ക്ക് നിയന്ത്രിക്കാനാവും എന്നതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇവയെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഈ അണക്കെട്ടിന്റെ 3 ഇരട്ടി അധികം ശേഷിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ അണക്കെട്ട് പൂർത്തിയാകുന്നതോടെ ചൈനയുടെ കാർബൺ പീക്കിംഗ്, കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്നും അനുബന്ധ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി എത്രത്തോളം ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ജൈവ സമ്പന്നത നിറഞ്ഞ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പരിസ്ഥിതിക്കോ ജലവിതരണത്തിനോ ഇത്തരം അണക്കെട്ടുകൾ അധിക ബാധ്യത വരുത്തി വെക്കില്ലെന്ന നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം. $13,700 കോടി അല്ലെങ്കിൽ 11.67 ലക്ഷം കോടിയോളമാണ് ചെലവ് കണക്കാക്കപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും കടക്കുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവിക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഭീമൻ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നാണ് കരുതുന്നത്. ചൈന ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കോവിഡും HMPVയും എല്ലാം ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ലോകം മുഴുവൻ പിടിച്ചടക്കാനാണ് ചൈന എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ദക്ഷിണ ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും രാജ്യാതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾക്ക് ചൈന നിരന്തരം ഭീഷണി ഉയർത്തുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.